പുതിയൊരു പാലം തന്നേ തീരൂ. കടലെടുത്തു പോകും മുൻപ് കൾച്ചർ കെട്ടി സംരക്ഷിക്കൂ. ഞങ്ങളുടെ മക്കൾക്ക് യാത്ര ചെയ്യാൻ റോഡ് വേണ്ടേ അധികാരികളെ? ഒരു വെള്ളം കയറി ഞങ്ങളുടെ വീടുകൾ തകർന്നു പോകുന്നു. വേണ്ടേ ഇതിനൊരു പരിഹാരം? ജനിച്ചു പോയൊരു തെറ്റിന് വേണ്ടി മരിക്കുവോളം ജീവിക്കാനാണ് ഈ സമരം. കാലം വേറെ ആയില്ലേ? പാലങ്ങളതാകുമ്പോൾ ഞങ്ങളുടെ ചങ്കിൽ തീയാണ്. പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതികരിക്കൂ സോദരരെ. ഞങ്ങൾ ഭാരത പൗരന്മാർ, ഞങ്ങൾ ഉയർത്തും ചോദ്യങ്ങൾ, ഞങ്ങളുടെ മൗലിക അവകാശം, ജീവിക്കാനുള്ള അവകാശം. പ്രതിഷേധ സമരം സിന്ദാബാദ്. ദ്വീപ് നിവാസികളുടെ അവഗണന അവസാനിപ്പിക്കുക. സത്താർ ദ്വീപ് ചിറകെട്ടി സംരക്ഷിക്കുക. അത്യാവശ്യം ജീവിക്കാൻ വേണ്ടുന്ന സാഹചര്യം ഇതൊക്കെ ഉള്ളവനെ ബാക്കിയെ പറ്റി ചിന്തിക്കണുള്ളൂ. സ്വാതന്ത്ര്യമാകട്ടെ, അല്ലെങ്കിൽ സമത്വമാകട്ടെ, സാഹോദര്യമാകട്ടെ, ഇതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനമെങ്കിൽ, നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ആദ്യം മനുഷ്യനായി നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ജനിച്ചതൊരു കുറ്റമായോ ഒരു അബദ്ധമായോ തോന്നാതെ ജീവിക്കണമെങ്കിൽ ആവശ്യം വേണ്ട കാര്യങ്ങൾ വേണം. പക്ഷെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞു കേട്ടപ്പോൾ വളരെ ദയനീയമാണ് എന്ന് തോന്നി. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ പല നാടുകളിലും ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വെള്ളമില്ലാത്തടത്ത് കനാലുകൾ പോലെ ഉണ്ടാക്കി, അതുമല്ലെങ്കിൽ പിന്നെ ഉയരമില്ലാത്ത സ്ഥലങ്ങളിൽ കൃത്രിമമായി കുന്നുണ്ടാക്കി, അങ്ങനെയൊക്കെ തന്നെ ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുന്നതാണ് നമ്മൾ പല സ്ഥലത്തും ചെന്നാൽ കാണുന്നത്. ഒന്ന്, വേണ്ടപ്പെട്ടവർ കണ്ണ് തുറന്നാൽ അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതവും പച്ച പിടിച്ചു പോകും. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വഴിയോ അതുമല്ലെങ്കിൽ വെള്ളം കയറാത്ത ഒരവസ്ഥയോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ മിനിമം കാര്യമേ ചോദിക്കുന്നുള്ളൂ. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ അതൊന്നുമല്ല പറയുന്നത്, മിനിമം സൗകര്യമേ ചോദിക്കുന്നുള്ളൂ. ആ മിനിമം സൗകര്യത്തിന് സാധ്യതയുണ്ട്. റോഡിൻ്റെ കാര്യം വിശദമായി ചോദിച്ചപ്പോൾ ഒരു പക്ഷേ എന്തൊക്കെയോ സാങ്കേതികതകൾ, ആ സാങ്കേതികത എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. ഇവിടെ സാങ്കേതികതകൾ അവിടെ നിൽക്കട്ടെ, സാധാരണക്കാരന് അത്യാവശ്യം ഒരു യാത്ര ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വേണ്ടുന്ന സൗകര്യം ഒരുക്കാൻ അതിന് എന്താണോ വേണ്ടത് അത് ചെയ്യുക. ബാക്കി അവിടെ ഇരിക്കട്ടെ. ബാക്കി ഇതിൻ്റെ സാങ്കേതികതകളൊക്കെ കാലം കൊണ്ട് പരിഹരിക്കപ്പെടട്ടെ. ഒരു പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥതയെ പറ്റിയാകാം, മറ്റു പലതിനെ പറ്റിയാകാം. അതൊക്കെ സാങ്കേതികതകൾ മാത്രമാണ്. ഈ സാങ്കേതികതകൾ തീരുന്നത് നോക്കിക്കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് വയസ്സാകാൻ പറ്റില്ല, ഇവിടെയുള്ള ആളുകൾക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ പറ്റില്ല, ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തുപോയി പഠിക്കാതെ പറ്റില്ല, പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇതിനകത്തൊരു ഒറ്റപ്പെട്ട തുരുത്തായി ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പം സാങ്കേതികതകൾ എന്ന് പരിഹരിക്കപ്പെടും അതുവരെ ഈ ദുരിതത്തിൽ കഴിയാം എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ സാങ്കേതികത എന്തോ ആയിക്കൊള്ളട്ടെ, അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന വഴി ഇതിനകത്ത് ഉണ്ടാക്കി കൊടുക്കാൻ അത് ആരൊക്കെയാണോ കനിയേണ്ടത് അവിടെ നിങ്ങൾ മുട്ടുന്നതോടൊപ്പം നിങ്ങളോടൊപ്പം മുട്ടാനും തള്ളി തുറപ്പിക്കാനും ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പ് തരാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന അത്ര ഞങ്ങൾ പറയുമ്പോൾ ഗൗരവം ഉണ്ടോ അല്ലേ? പക്ഷെ സംഘടനാപരമായി എന്താണോ ഞങ്ങളെ കൊണ്ട് സാധിക്കുക, ഏത് വാതിലാണ് മുട്ടേണ്ടത്, എവിടെയാണ് ആ സാങ്കേതികത കെട്ടഴിയാൻ സാധിക്കുക, അത് അഴിക്കാൻ, അത് മുട്ടേണ്ട വാതിലുകളിൽ മുട്ടാനും അഥവാ തുറക്കാൻ മടിയുള്ളവരെയാണെങ്കിൽ അത് തള്ളി തുറപ്പിക്കാനും സംഘടനാപരമായ ശേഷി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാദ്യം തന്നെ ഉറപ്പ് തരട്ടെ. ഇപ്പം ഇവിടെ പലരോടും അന്വേഷിച്ചപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെള്ളം കയറാത്തൊരവസ്ഥ ഉണ്ടാക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇപ്പം ഇല്ല. അത് വേണമെങ്കിൽ സാധിക്കാവുന്നതാണ്. ഇപ്പം നമ്മളെ റോഡിന് സാങ്കേതികത കൊണ്ട് മറികടക്കാൻ, എന്നാലും നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികത മാറ്റി വെച്ചുകൊണ്ട് മറികടക്കണം. പക്ഷെ വെള്ളം കിടക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ സാങ്കേതികതകളൊന്നും നിലവിലില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും ജീവിക്കാനുള്ള അവകാശത്തിൽ ജീവിതത്തെ ഭയമില്ലാതെ ജീവിക്കണമല്ലോ. എപ്പോഴാണ് വെള്ളം കയറുക, എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നറിയാതെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വാവും ചോദ്യം നോക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? കാരണം ഒരുപക്ഷെ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുമായിരിക്കും നമ്മളെ വേലിയേറ്റം. ഞങ്ങൾക്ക് അങ്ങനെ മാത്രമേ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൂ. വേലിയേറ്റം കൂടുതലുള്ള സമയം എപ്പോഴാണ്, കുറവുള്ള സമയം എപ്പോഴാന്നൊക്കെ നോക്കി കലണ്ടറിൽ വാവും സപ്തമിയൊക്കെ മാർക്ക് ചെയ്യിപ്പിച്ച് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പമാണ്, ഉത്തര പേപ്പറിൽ എഴുതാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? വാവ് എന്ന അല്ലെങ്കിൽ സപ്തമി എന്നൊക്കെ നോക്കിയിട്ട് സപ്തമി ദിവസം നോക്കി പുറത്തേക്ക് ഇറങ്ങാനും വാവ് ദിവസം, കാരണം
സപ്തമിക്ക് വേലിയേറ്റത്തിന്റെ ശക്തി കുറയും എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അനുഭവസ്ഥർ നിങ്ങളാണ്. എനിക്ക് പഠിപ്പിച്ച അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ സപ്തമി ദിവസം കുറവ്, അന്ന് മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ അന്ന് എല്ലാ ദിവസവും സപ്തമി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കില്ല. പരിഹാരം സാധിക്കണം. ഒന്നോ രണ്ടോ കുടുംബങ്ങളല്ല. ഒന്നോ രണ്ടോ കുടുംബങ്ങളാണെങ്കിൽ ശരി, നിങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോകുന്നു പറയാൻ പറ്റും. ഇത് അതല്ലല്ലോ, ഇവിടെ കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ അവർക്ക് എങ്ങനെയാണോ ഇവിടെയുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കുക, അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കിയേ മതിയാകും. അതുപോലെ തന്നെ പാലത്തിനും സാങ്കേതികതകളൊന്നുമില്ല. സാങ്കേതികതകൾ ഉണ്ടായെങ്കിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടാകുമായിരുന്നില്ല. ഒരു പാലം ഉണ്ടാക്കാൻ ഉറപ്പായി പാലത്തിന് സാങ്കേതികപരമായ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ പഴക്കം നമുക്കവിടെ നോക്കിയാൽ തന്നെ ദൃശ്യമാണ്. മാത്രമല്ല പറയുന്നു, സുനാമി അടക്കമുള്ള പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും നിങ്ങൾ നേരിട്ട പോലെ തന്നെ പാലവും നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നേരിട്ട് നിൽക്കുന്ന ഒരു പാലം അത് പുറമേക്ക് ഇങ്ങനെ ഭംഗിയായി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും അത് അത്രമാത്രം കരുത്തോടെ അല്ല നിൽക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ തീർച്ചയായും അതൊരു അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് മുമ്പ് പിന്നെ കാരണക്കാരാണ് മാധ്യമങ്ങൾക്ക് കഥയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് കഥയുണ്ടാക്കാം. എന്തുകൊണ്ട് തകർന്നു, എപ്പോഴായിരുന്നു നന്നാക്കേണ്ടിയിരുന്നത്, ആരായിരുന്നു നന്നാക്കേണ്ടിയിരുന്നത്, ആർക്കാണ് ചുമതല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഥകൾ ഉണ്ടാക്കി ഒരു പക്ഷേ യൂട്യൂബേഴ്സിന് വരുമാനം ഉണ്ടാക്കത്തക്ക വിധത്തിൽ വ്ളോഗുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നിൽക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു അപകടം വരാതെ കാക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതും പുതുക്കി അത്യാവശ്യം വാഹനങ്ങൾ വരാൻ പറ്റുന്ന വിധത്തിൽ അത് പുനർനിർമ്മിക്കണം എന്നുള്ള ന്യായമായ ആവശ്യം. കാരണം അത് ഇനി ആർക്കും ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മുദ്രാവാക്യം കേൾക്കണ്ട, നിങ്ങളോട് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, ഡിമാൻഡുകളൊന്നും ചോദിക്കേണ്ട. ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരാൾക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് പുറം ലോകവുമായി, കരഭാഗവുമായി, അക്കരയുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം അടിയന്തരമായി ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളത്. ഇതിന് നിങ്ങൾ നിർദ്ദേശിക്കുന്ന സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനോദസഞ്ചാരത്തിന്, ടൂറിസത്തിന് എല്ലാ സാധ്യതയുമുള്ള ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളത് ഇവിടെ വരുന്ന ആളുകൾക്ക് തന്നെ അറിയാം. കാരണം ഇതൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. ഇന്ന് ആഭ്യന്തര ടൂറിസം ആകട്ടെ, അതുമല്ലെങ്കിൽ സംസ്ഥാനാന്തരോ രാജ്യാന്തരമായോ ഒക്കെ ടൂറിസം വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണം. ഇവിടെ ഹിന്ദു ഐക്യവേദിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു വാഗ്ദാനം, കാരണം നമുക്കുള്ളൊരു ആക്സസ് വെച്ചുകൊണ്ട്, ഒരു പക്ഷേ ആളുകളുമായുള്ള പരിചയമോ ബന്ധമോ സംഘടനകൾ തമ്മിലുള്ള ബന്ധമോ വെച്ചുകൊണ്ട് ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത പരമാവധി ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കാൻ, അല്ല അവരിലൊരു സമ്മർദ്ദ ശക്തിയായി ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കും എന്നൊരു ഉറപ്പ് കൂടി നിങ്ങൾക്ക് തരുന്നു. ടൂറിസത്തിന്റെ കാരണം ബാക്കി നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിൻ്റെതായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് ചില പരിമിതികളുണ്ട്, ചില അല്ലെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. മേഖല ഏതാണോ അവിടെ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ അത് സാധിക്കുക, അത്തരമൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ, അത്തരമൊരു കാര്യത്തിൽ നിർബന്ധിക്കാൻ മടിക്കില്ല എന്ന് കൂടി പറയുന്നു. കാരണം വെറുതെ നിങ്ങളോട് കുറച്ച് വാക്ക് പറഞ്ഞ് പ്രസംഗ മത്സരത്തിന് വന്നതല്ലല്ലോ നമ്മളല്ലേ. അത് എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് സാഹിത്യ ഭംഗിയോടുകൂടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ജീവിതവുമായാണ് ഇവിടെ ഇരിക്കുന്നത്. ജീവൻ വേണം, ജീവിതം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളോടൊപ്പം മോഹനസുന്ദരമായ കുറച്ച് പദങ്ങളല്ല വേണ്ടത്, വാഗ്ദാനങ്ങളുമല്ല. അത് എവിടെയാണോ പരിഹരിക്കാൻ സാധിക്കുക ആ പരിഹരിക്കാവുന്ന മേഖലകളിലൊക്കെ സാധ്യമായ വിധത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ അമ്മമാരടക്കം കരുത്തോടു കൂടി ഇരിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാവു വന്നാൽ വെള്ളം കയറും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വാവല്ല, അതിൻ്റെ അപ്പുറത്ത് കയറി വന്നാലും, സുനാമി അല്ല ഭൂകമ്പം വന്നാലും ഞങ്ങൾ ഈ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന അമ്മമാര്, ദുർഗയുടെ പ്രതിരൂപം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ആ സ്ഥൈര്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഇരിക്കുന്ന അമ്മമാര്, അത് കാണിക്കുന്ന ഈ സമരത്തിന്റെ വിജയം. അമ്മമാരൊരു കാര്യത്തിന് ഇറങ്ങിയാൽ, നമ്മൾ വീട്ടിലാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ അതുകൊണ്ടാണല്ലോ ഒരുമ്പട്ടവളം എന്നൊക്കെ പറയുന്നത്. ദേഷ്യമൊന്നല്ല, ഒരുമ്പട്ട ഇറങ്ങിയാൽ നേടിയിട്ടേ തിരിച്ചു കയറൂ എന്നുള്ളത് നമ്മുടെ സ്ത്രീകളുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അമ്മമാരടക്കമുള്ളവർ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വിജയിക്കും. കാരണം സാധാരണ വീടുകളിലേക്ക് അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം വല്ല സമരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടി പോകുമ്പോൾ, പുരുഷന്മാർ പോകുമ്പോൾ സ്ത്രീകൾ പുറകിൽ നിന്ന് തിരിച്ചു വിളിക്കല പതിവ്. വേണ്ടാത്തതൊന്നും പോകണ്ട, വേണ്ടാത്ത പുലിവാലൊന്നും ഉണ്ടാക്കണ്ട, നമുക്കെന്ത് പോയി എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങുന്നവര്, അത് മകനാകാം, ഭർത്താവാകാം, സഹോദരനാകാം, അവരെ പേടിച്ചിട്ട് തിരിച്ചു വിളിക്കണതാണ് നമ്മൾ കാണാറ്. എന്ന് പറഞ്ഞിട്ട് അമ്മമാർ ഈ സമരവേദിയിൽ ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഇരിപ്പ് അധിക നാളും നീളില്ല. കണ്ണ് തുറക്കേണ്ടവരൊക്കെ കണ്ണ് തുറക്കും, വിജയിച്ച് തന്നെ ഇവിടുന്ന് മുന്നോട്ട് പോകും. കാരണം ജീവിക്കാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങൾ ഈ ദ്വീപിനുണ്ടാകണം എന്ന നിങ്ങളുടെ ആവശ്യം അത് അതിമോഹമല്ല, അത് അത്യാഗ്രഹമല്ല, മറിച്ച് മിനിമമായ ഏറ്റവും
ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നുകൊണ്ട് ഒരു സംഘടനയ്ക്കും നിങ്ങളെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ സംഘടനകളും ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും വിജയം കാണുന്നതുവരെ. ഇതുവരെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഈ ഇരിപ്പുണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയുള്ള ഈ ഇരിപ്പ്, ഈ ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ഈ ഐക്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഈ ഒന്നായ ശക്തിയെ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അതാണ് ഇതിന് നിങ്ങളുടെ ബാക്കി വേറെ ബോർഡ്സ് ഒന്നും അറിയാതെ തന്നെ ഈ വിഷമിക്കുന്ന ഒരു ജനത എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും. ഈ സമരം വിജയിപ്പിക്കാൻ ധൈര്യത്തോടെ മുന്നിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് സർവേശ്വരൻ എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പാറ പോലെ പുറകിൽ അല്ലേ, ഒരു തരത്തിലും നിങ്ങൾ തളരാതിരിക്കാൻ, തളർന്നാൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടന പൂർണ്ണമായും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ വേദിയിൽ ടീച്ചറോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി അധികാരികളെ കേട്ടോളൂ, ഞങ്ങൾ എന്തേ മനുഷ്യരല്ലേ, പതിറ്റാണ്ടുകളായി ഞങ്ങൾ ഇവിടെ ദുരിതം പേറി ജീവിക്കുന്നു. പതിറ്റാണ്ടുകളായി ഞങ്ങൾ ഇവിടെ ദുരിതം പേറി ജീവിക്കുന്നു. സുരക്ഷിതമായ പാലമില്ല, റോഡാണെങ്കിൽ സ്വപ്നം മാത്രം. സുരക്ഷിതമായ പാലമില്ല, റോഡാണെങ്കിൽ സ്വപ്നം മാത്രം. തകർന്നു പോകും